ടീമേഴ്സിനെ സംബന്ധിച്ച് ടീമേഴ്സ് ഒരു ഹൈടെക് എഡിറ്റിംഗിലേക്ക് കടന്നു വരുന്നത് അജയിലൂടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവിടെ ടീം അതാ കൈയടിക്കുന്നത്. നമ്മളതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടും, നമ്മളത് വിട്ടു കഴിഞ്ഞാലും കിട്ടും. അന്ന് വരെ മുങ്ങി. ഞാൻ ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കിയിട്ടില്ല. പറഞ്ഞെന്താ സീനാവില്ലേ? വെരി വെരി സ്ട്രിക്റ്റ് ഈ ഡയലോഗ് ക്ലാസ്സിൽ. 2023 കോടഞ്ചേരി ഗവൺമെൻറ് കോളേജിൽ BSc ഫിസിക്സിൽ ബിരുദം കംപ്ലീറ്റ് ചെയ്യുന്നു. ശേഷം ഒരു ജോലിയിലേക്ക് കടക്കണം എന്നാഗ്രഹിക്കുന്നു. അതെന്ത് ജോലി ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു സെക്യൂർഡ് ജോബ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ബാങ്ക് കരിയർ തിരഞ്ഞെടുക്കുന്നു. അതിനായി 2024 ടീമേഴ്സിലേക്ക് എത്തുന്നു. 2026 IBPS ക്ലർക്ക് എന്ന സ്വപ്ന ജോലി കൈവരിച്ചിരിക്കുകയാണ് ടീമേഴ്സിൻ്റെ അഭിമാനം അജയ്. കേൾക്കാം നമുക്ക് അജയുടെ സക്സസ് സ്റ്റോറി. അജയ്, വെൽക്കം ടു ദ അച്ചീവേഴ്സ് ടോക്ക്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, ഒരു ഡിഗ്രി കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹം. തുടക്കത്തിലൊക്കെ അജയ്, എനിക്കറിയാം, തുടക്കത്തിലൊക്കെ അജയ് ഒരു ഫുൾ ഫ്ലെഡ്ജ് പ്രിപ്പറേഷനിലേക്ക് വന്നിട്ടില്ല. പിന്നെ 2024 ഒന്നുകൂടെ ഒന്ന് കൃത്യമായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്, ടീമേഴ്സിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു ഡിസിഷൻ എങ്ങനെയാണ് അജയ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് എങ്ങനെയാണ് അജയ് എത്തിയത്? ഇപ്പോൾ കോളേജ് കഴിഞ്ഞു, എല്ലാവരും ചെയ്യുന്ന മാതിരി കോളേജ് കഴിഞ്ഞ് എന്ത് വേണം എന്നുള്ളൊരു ഇതിൽ കുറച്ചതിൽ നിന്നു. ഒരു 3-4 മാസം വെറുതെ കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പാർട്ട് ടൈം ജോബിനൊക്കെ പോയി തുടങ്ങി. പിന്നെയാണ് എൻ്റെ കൂടെയുള്ള 2 സുഹൃത്തുക്കൾ ഇതിലേക്ക് ബാങ്ക് ഫീൽഡ് റിവൈൻഡർ ക്ലാസ് ചേർന്നു. ഇവിടെ ടീമേറ്റ്സ് വന്ന് ചേർന്നു. ടീമേറ്റ്സ് ചേർന്നു. അപ്പോൾ അവർ വഴിയാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. ഇതിൻ്റെ എക്സാംസ് വരുന്നുണ്ട്, ഇപ്പോൾ ഒരു 3-4 മാസത്തിനൊക്കെ ഒരു എക്സാം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുകയല്ലേ, ഇവിടെ പോകാന്നുള്ളതിൽ ഇവിടെ ചേർന്നു. ഇവിടെ ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെയും എന്താ പറയുക, എനിക്ക് ഫുൾ ഫ്ലെഡ്ജിലേക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം. കാരണം നമ്മളൊരു വേറൊരു ജോലി പോലെ, ഒരു പ്രൈവറ്റ് ജോബ് പോലെ നമുക്കൊരു നോർമൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടോ അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു എക്സാം ടെസ്റ്റ് എഴുതി പ്രിലിംസും മെയിൻസും കഴിഞ്ഞ് ഇനിയിപ്പം PO ആണെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞ്, ഇപ്പോൾ ക്ലർക്കിന് ഇന്റർവ്യൂ ഇല്ല. അപ്പം ഈ 2 കടമ്പ കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് ജോലി കിട്ടാം. സ്വാഭാവികമായിട്ടും നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് അതിലേക്ക് എത്താൻ നമുക്ക് കുറച്ചൊരു ടൈം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി നമ്മൾ ഓക്കെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ള സാധനം നമുക്ക് ഉണ്ടാവണം. അല്ലാത്ത പക്ഷം നമ്മളിതിലേക്ക് ഒരു ട്രാക്കിലെത്താൻ നമുക്കൊരു ചെറിയൊരു സമയം വേണ്ടി വരും. അത് മാത്രമാണ് അജയ് സംബന്ധിച്ച് കുറച്ച് വലിയ സമയം തന്നെയായിരുന്നു. കാരണം എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടൊരു ഇതുള്ളൊരു ഫീൽഡേ ഇല്ല, ബാങ്ക് ഫീൽഡ് അങ്ങനെ ഇതില്ല. ഡിഗ്രി കഴിഞ്ഞു, അപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ എന്തിനെങ്കിലുമൊക്കെ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നുള്ളൊരു ഇതുള്ളൂ. കാരണം തന്നെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഒരു ഫോൺ എടുത്തു, ഒരു EMI ഇട്ടൊരു ഫോൺ എടുത്തു. ഇവിടെ ക്ലാസ് റെഗുലർ ഫുൾ ഡേ ക്ലാസ് ആയിരിക്കും. രാവിലെ തൊട്ട് ഉച്ചൊരു സെഷൻ, ഉച്ചയായിട്ട് വൈകുന്നേരം വരെ ഒരു സെഷൻ. അപ്പോൾ ഞാൻ അവിടെ ഉച്ചവരെ വരും, ഉച്ചയ്ക്ക് ചാടും, അവിടെ പാർട്ട് ടൈം ജോബിന് പോകും. EMI അടക്കണല്ലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ബാധ്യതയായി, എടുത്ത് കുടുങ്ങിയില്ലേ. അങ്ങനെ എൻ്റെ റെഗുലർ എൻ്റെ ബേസ് ഫുള്ള് അടപടലായതാണ്. അപ്പോൾ അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. റെഗുലർ ക്ലാസ് ഞാൻ മര്യാദ അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ കുറച്ച് അധികം ടൈം എടുത്തു. നമ്മള് സത്യം പറഞ്ഞാൽ ഒരു ഫോണിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മള് എന്താ പറയാ, മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോൺ എടുത്തു. പിന്നെ ഒരു ബാധ്യതയായി. ജീവിതത്തിൽ ബാധ്യത വരുമ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന ആഗ്രഹം ഓട്ടോമാറ്റിക്കലി എന്തായാലും വരും. ഇത് മാത്രമാണോ അതില് പഠിക്കാനുള്ള സീരിയസ്നെസ് കിട്ടിയ? ഇതുകൊണ്ട് മാത്രമല്ല, അങ്ങനെ പിന്നെ എന്താ വെച്ചാല് ഞാൻ പറഞ്ഞല്ലേ, കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഒരു വഴിയാണ്. അപ്പോൾ തൊട്ടടുത്തൊരു SBI എക്സാം വരുന്നുണ്ട്, SBI ക്ലർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്ലൈ ചെയ്യണമല്ലോ. അപ്ലൈ ചെയ്തു. കൂടെ ഉള്ളവർ എന്നെക്കാളൊരു 1-2 മാസം മുന്നേ കയറിയിട്ടുള്ളൂ. അവർ കയറി പ്രിലിംസ് കയറി. അന്ന് പ്രിലിംസ് കയറാന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്, സ്റ്റാർട്ടിങ് ചെയ്തില്ലേ. ഞാനാണെങ്കിൽ ഒരു അഴത്ത് പോലും എനിക്ക് മാർക്കില്ല. അപ്പൊ ഒരു തോന്നൽ തുടങ്ങി, ഇങ്ങനെ പോരാ. അങ്ങനെ പിന്നെ ഞാൻ മെല്ലെ പാർട്ട് ടൈം ഒക്കെ നിർത്തി. പാർട്ട് ടൈം കുറെ പോയിട്ടുണ്ട്, പക്ഷെ പിന്നെ പാർട്ട് ടൈം നിർത്തി. മെല്ലെ ഇവിടെ ഒരു ഹോസ്റ്റൽ തപ്പി തുടങ്ങി. കാരണം ഇവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റി, കാരണം വീട്ടിലിരുന്ന് പഠിച്ചാൽ നമുക്കത് കിട്ടില്ല. വീട് എവിടെയാ? താമരശ്ശേരി. അപ്പൊ അവിടെ നിന്ന് എന്തായാലും 1.5 hours ജേർണി. അപ്പൊ അത് ഒഴിവാക്കി ഇവിടെ. കാരണം വെച്ചാൽ ഇവിടുത്തെ ലൈബ്രറി അറ്റ്മോസ്ഫിയർ പണ്ട് ഇവിടുത്തെ പഴയ ലൈബ്രറി ആയിരുന്നു. പക്ഷെ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഗ്യാങ് ഉണ്ടായിരുന്നു. ഞാൻ എത്തിപ്പെടുന്ന ഗ്യാങ് എന്ന് വെച്ചാൽ ഇവിടെ മുന്നേ അത്യാവശ്യം ലിനോജി, ഋത്തിക്, വിഷ്ണു, വിനായക്, അനുരഞ്ജ്, ഒരു ഗ്യാങ് ഉണ്ട്. അപ്പൊ അവരെന്ന് വെച്ചാല് എനിക്ക് അന്ന് 22 വയസ്സ്, ഇവർക്ക് അന്ന് ഒരു 26-27 വയസ്സ്. കാരണം അവർ അത്രയും ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നവരാണ്. അപ്പൊ ഞാൻ ആ ഒരു ഗ്യാങ്ങിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പൊ വെച്ചാല്
ഓട്ടോമാറ്റിക്കലി ആ സീരിയസ്നെസ് എനിക്ക് വന്നു തുടങ്ങി. പഠനം എന്നൊരു ഒറ്റ മോട്ടീവിലാണ് ഓരോ ഇതിലാണ് പോയി കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സറൗണ്ടിങ്സ്, നമ്മളൊരു പിയർ ഗ്രൂപ്പ് എങ്ങനെയാണ് എഫക്റ്റീവ് എനിക്ക് വളരെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഓരുടെ ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ള വഴി ആയിരിക്കില്ല അവർ അപ്രോച്ച് ചെയ്യുന്ന വഴി. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 5-6 ആൾക്കാരൊക്കെ പിയർ ഗ്രൂപ്പ് ആണെങ്കിൽ ഒരുപാട് മെത്തേഡ്സ്, അതും നമ്മളൊരേ ലെവലിലുള്ള ആൾക്കാരല്ല അവർ കുറെ കാലം വേറെ അങ്ങനെ കുറെ അയച്ച് പക്ക ഒരു ജോബ് ഓറിയന്റഡ് മാത്രം ചെയ്യുന്ന ആൾക്കാർ. അവരുടെ കൂടെ ശരിക്കും അതൊരു ലൈഫ് ടേണിംഗ് മൂവ്മെന്റ് ആണ് ആ ഒരു പിയർ ഗ്രൂപ്പ് കിട്ടുക. സത്യം, നമ്മൾ ഏതിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മളെ ഫ്രണ്ട്ഷിപ്പോഴും നമ്മളെ എഫക്ട് ചെയ്യാം ഒരു വലിയ ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ അത്രമാത്രം ഡെഡിക്കേറ്റഡ്, നമ്മൾ സെൽഫ് എന്ത് ചെയ്യണം, അത്ര ഡെഡിക്കേറ്റഡ് നമ്മൾ ഇരിക്കണം. പക്ഷെ അതിന് നമ്മളെ കൊണ്ട് മേ ബി നമ്മളൊരു ഡ്രോബാക്ക് ആയിരിക്കും. നമ്മൾ അത്ര ഗ്രൂപ്പിൽ എത്തിപ്പെട്ട ചിലപ്പോൾ നമ്മൾ സപ്പോർട്ട് എന്താ പറയാ ഒരു മോട്ടിവേഷൻ ആണ്. കാരണം നമ്മളെ കൂടെ ഉള്ളവർ അടുത്തുന്നുണ്ട്. അപ്പൊ നമുക്കും വിചാരിക്കുമോ, പ്രത്യേകിച്ചും ആ SBI ക്ലർക്ക് എക്സാം മിസ്സായ സമയത്ത് ഒരു ഉള്ളിലൊരു തോന്നൽ വരും, ഇതുകൊണ്ട് കാര്യമില്ല, ആൻഡ് തുടങ്ങിയും പോയി ഇതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, എക്സാം ക്രാക്ക് ചെയ്യണം. ആ ഒരു ടൈപ്പാണ്. അതിപ്പോൾ എല്ലാ ആസ്പിറന്റും ഫേസ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് നമ്മളെ ഈ ഒരു സക്സസിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫാമിലി അച്ഛൻ ഞാൻ അങ്ങനെയാണ് ഒരുമാതിരി ബാങ്കിലേക്ക് എത്തുന്നത്. അച്ഛൻ ഗ്രാമീണ ബാങ്കിൽ അപ്രൈസറായിട്ട് വർക്ക് ചെയ്യാം. അപ്രൈസറാണ്, എന്നാലും ഗ്രാമീണ ബാങ്കിൽ. അപ്പോൾ ബാങ്കർ എല്ലാവരും പറയും, മോനെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ വിട്ടോ, ബാങ്ക് കോച്ചിങ്ങിന് വിട്ടോ. അങ്ങനെ ഇവിടെ ടീമേറ്റ്സ് പഠിച്ച 2 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രാമീണ ബാങ്കിൽ അച്ഛൻ ബാങ്കിൽ അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ടീമേറ്റ്സ് ഉണ്ട്. അങ്ങനെ ഇവർ പറഞ്ഞത് 2 കൂടി നോക്കിയപ്പോൾ 2 ടീമേറ്റ്സ് വന്നു. അപ്പൊ അപ്പോഴാണ് ഇവിടെ കൺഫേം ചെയ്ത് വന്നത്. അമ്മ ഒന്നും ചെയ്യില്ല, സിബ്ലിങ്സ് അനിയത്തി ഇപ്പോൾ ക്രിസ്ത്യൻ കോളേജ് ഫസ്റ്റ് ഇയർ, അനിയൻ ഇപ്പോൾ SLC ചെയ്തു. ഓക്കെ, അപ്പം കുടുംബത്തിന്റെ ആ ഒരു സാധനം കൂടെ ഉണ്ടല്ലേ, അതുകൊണ്ട് ജോലി എന്തായാലും പെട്ടെന്നൊരു ജോലി. തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ ഇപ്പം ഇനി ആ ഒരു ടെൻഷൻ ഇല്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മള് ഒരു ജോലിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് സാലറി കിട്ടുന്നത്, പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്ടറിലാവുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ നമ്മളിന്ന് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടും. അപ്പോൾ എന്തായാലും ആ ഒരു റിലാക്സേഷനിലുള്ളത് സംഭവം. ഒരു വർഷം കൃത്യമായിട്ടുള്ള പഠനം കൊണ്ട് എന്തായാലും ഒരു ജോലി കിട്ടിയല്ലോ, സമാധാനിച്ചിരിക്കാം. അപ്പോൾ ഇനി എനിക്ക് അറിയേണ്ടത്, ഇപ്പം ടീമേറ്റ്സിലേക്ക് എത്തി, ടീമേറ്റ്സിനൊരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, ആൻഡ് ക്ലാസ്സസും പിന്നെ സ്ട്രക്ചറും ഒക്കെ അജയനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ടീമേറ്റ്സിൻ്റെ സിസ്റ്റം വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ്. ആദ്യം എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടൊന്നും മിസ്റ്റേക്ക് തന്നെ എനിക്ക് വന്നിട്ടുള്ളൂ. കാരണം റെഗുലർ ക്ലാസ് ഉച്ചവരെ വരും, ഉച്ചയ്ക്ക് ശേഷം മുങ്ങും, പണിക്ക് പോകും. അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് എൻ്റെ ക്ലാസ് ബേസ് പോയി കിട്ടി. ഞാൻ പറഞ്ഞ ആ ഇതിലൊക്കെ പിന്നെ ഞാൻ അഡ്വാൻസിലെത്തി. അങ്ങനെയാണ് ഇവരെ പരിചയപ്പെടുന്നത്, ഇവരുടെ ഗ്രൂപ്പിനെ. ബേസ് കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു. ഇവരും വേറെ ഗ്രൂപ്പ് ഉണ്ട്, ഇവരെല്ലാവരും വഴി തന്നെ പഠിച്ച് സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ പിന്നെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് ഇവിടുത്തെ സ്ട്രിക്റ്റ് ആണ്. ഷാജി സാർ എസ്പെഷ്യലി മോക്ക് ഇടും ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അന്നൊക്കെ പറഞ്ഞാൽ ഷാജി സാറെ ഇപ്പോഴും ഉണ്ട്, അങ്ങനെയല്ല, ഒന്നുകൂടെ കുറച്ച് ഫ്രീ മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ടാവും സാറ്. പക്ഷെ അന്ന് ഫ്രീ ഒന്നല്ല, അല്ല പേഴ്സണലി എനിക്കങ്ങനെ തോന്നി. അപ്പോൾ അന്ന് കുറച്ച് ഭയങ്കര എല്ലാവർക്കും ഒരു പേടി രൂപമായിരുന്നു ഷാജി സാർ. ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്തിരിക്കും. അപ്പൊ ആ ഒരു ടെൻഷൻ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഈ സക്സസ് സ്റ്റോറിയൊക്കെ കുറെ കുട്ടികളെ ക്ലാസ് കേട്ടുമ്പോഴേ, അപ്പൊ കുട്ടികള് പറയുന്നത് ഷാജി സാർ 10 വട്ടം ചെയ്യാൻ പറഞ്ഞോ, ചെയ്തോളാം, ചെയ്യാതിരിക്കരുത്. അതാണ് ഇവർക്ക് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട അഡ്വൈസ്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് അജിത് സാറോട് നമ്മള് ഇംഗ്ലീഷിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഒരു തളർന്നിരിക്കുന്ന സമയത്ത് അജിത് സാർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് എല്ലാ സ്റ്റുഡൻസിന്റെ ഭാഗത്തും നമ്മൾ പറയണം. കാരണം അജിത് സാർ ഒരു ഇമോഷണൽ സപ്പോർട്ട് അതുണ്ട്. അതാണ് ഫാക്കൽറ്റി, ഒരു ഇംഗ്ലീഷ് ഫാക്കൽറ്റി മാത്രമല്ല അദ്ദേഹം. ഡൗൺ ആയിരിക്കുന്ന ടൈം പോലും സപ്പോർട്ട് ഭയങ്കരമായി. തീർച്ചയായിട്ടും. അത് ഒരുപാട് കുട്ടികള്, ഒരുപാട് നല്ല ബാങ്ക് ജോലി കിട്ടിയ അല്ലെങ്കിൽ SSC ജോലി കിട്ടിയ അടക്കം ടീമേറ്റ്സിന് എല്ലാ കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് സാറുടെ ഒരു ഇമോഷണൽ സപ്പോർട്ട്. അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ടീമേറ്റ്സിന്റെ ജേണി. പിന്നെ അഡ്വാൻസിലെത്തിയതിനു ശേഷമാണ് അനൂപ് സാറായിട്ട് കുറച്ചുകൂടി ഒരു കണക്ഷൻ വരുന്നത്. അനൂപ് സാറ് rather തന്നെ ഫാക്കൽറ്റി നമുക്കൊരു എല്ലാവരും പറയാ ഒരു ഫ്രണ്ടിനെന്തൊക്കെയുള്ളതാണ് മൂപ്പര് സാറിന്റെ ഒരു അപ്രോച്ച് നമ്മളോട് അങ്ങനെയാണ്. സാർ ഇപ്പൊ എന്താ പ്രശ്നം, എവിടെയാണ് ക്യൂന്റെ പ്രശ്നം, ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ 1 മണിക്കൂർ അനാലിസിസ് ചെയ്തിട്ട് നമ്മളെ മാർക്ക് നോക്കി കാര്യം ചെയ്തിട്ട് ഒരു എക്സാം എഴുതാൻ പറയും. എന്നിട്ട് മാർക്ക് സാറ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യണം അതായത് സാറും പറഞ്ഞുതരും. അപ്പൊ മൊത്തത്തിലൊരു ഗൈഡൻസും കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പൊ അജയ് ഇപ്പൊ അങ്ങനെ ഉച്ചയ്ക്ക് പോവാന്നൊക്കെ പറയുമ്പോ ഞാൻ അജയനെ കാണുന്ന സമയം മുതൽ അജയ് ഫുൾ ടൈം അന്നുണ്ട്. അപ്പോഴേക്കും നിർത്തി ഹോസ്റ്റലിൽ വന്നു. പിന്നെ ലൈബ്രറിയിൽ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുന്നത് കാണാറുണ്ട്. അത് ഈ ഹോസ്റ്റൽ വന്നതിന് ശേഷമാണ്. അപ്പം സത്യം പറഞ്ഞാല് നമ്മളൊന്ന് ഓർഡർ ആയി കഴിഞ്ഞാൽ കിട്ടാവുന്ന ജോലി ചെയ്തുള്ളൂ. പിന്നെ നമ്മൾ ആ തുടക്കത്തിലൊക്കെ കുഴപ്പമായിരിക്കാം അല്ലെ. പിന്നെ
ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം ടൈമാണല്ലോ. പക്ഷെ നമ്മളൊരു ടൈമിൽ ഇപ്പോൾ ഞാൻ ഡിഗ്രി പഠിക്കുന്ന കുട്ടിയോട് ഞാൻ പറയാറുണ്ട്, അതായത് മേ ബി നിങ്ങളിപ്പോൾ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ഇമ്പാക്ട് കിട്ടിക്കൊള്ളുന്നില്ല. ശരിയാ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും, ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. എങ്ങനെയെങ്കിലും പേപ്പർ ചിന്തിക്കുന്നില്ല. ഡിഗ്രി കോളേജ് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്ത് ആ ഒരു ഇതിന്ന് പെട്ടെന്ന് ഒരു അച്ചടക്കമുള്ളതിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ കുറച്ച് പണിയായിരുന്നു, കുറച്ച് അധികം പണിയായിരുന്നു. അതിന്റെ ഒരു ടൈം എടുത്തു. ഇപ്പം അജയിനെ സംബന്ധിച്ച് അജയ് ഇവിടെ ഒരു സ്റ്റുഡൻറ് മാത്രമായിരുന്നില്ല, ഇവിടെ നമ്മളെ പ്രോഗ്രാമുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നടക്കുന്ന പരിപാടികളിൽ ക്ലാസ്സിൻ്റെ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും നല്ലൊരു വീഡിയോ എഡിറ്റർ കൂടിയാണ് അജയ്. ഇപ്പം ഞാൻ ഇവിടെ നമ്മൾ വീഡിയോസ് വരുന്ന സമയത്ത് ആദ്യം കണ്ടപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ അജയ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത് ആരാന്ന് ചോദിച്ചു ആകാശിനോട്. അപ്പോൾ ആകാശാണ് പറഞ്ഞത് നമ്മുടെ സ്റ്റുഡൻ്റാണ്. നല്ല അടിപൊളി ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തത്, നല്ല ഒരു ബ്രില്യൻ്റ് എഡിറ്റിംഗ്. കാരണം ഞാൻ ടീമേഴ്സിനെ സംബന്ധിച്ച് ടീമേഴ്സ് ഒരു ഹൈടെക് എഡിറ്റിംഗിലേക്ക് കടന്നു വരുന്നത് അജയിലൂടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തപ്പോൾ അങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നോ, ഒരു വീഡിയോ എഡിറ്റിംഗ്? ആ ഒരു പാഷൻ അതിപ്പോ നമ്മൾ ജോലി ചെയ്താലും പോകാന്നുള്ള സാധനം എൻറ്റയർലി അതിനു വേണ്ടി മാത്രം കൊടുക്കാനുള്ളൊരു ആ രീതിയിലല്ല. എന്നുവെച്ചാല് അതൊരു പ്രൊഫഷൻ ആക്കണം എന്നുണ്ട്, പക്ഷെ എത്രത്തോളം അത് സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളൊരു ജോലി ഇതുള്ളതിനെ കൊണ്ടാണ് പിന്നെ ടെൻഷൻ ഉള്ളതുകൊണ്ട്. ഇനിയിപ്പോ നിനക്ക് ജോലി കിട്ടി, ഇനിയിപ്പം ജോലിയും കൊണ്ടുപോവാ, ഇത് പാഷനും കൊണ്ടുപോവാ. സത്യം പറഞ്ഞാല് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. നമുക്കിപ്പം ഗവൺമെന്റ് ജോലി, എസ്പെഷ്യലി ബാങ്കോ SSC ഏത് ജോലിയായാലും നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ആ ജോലിയുടെ കൂടെ നമ്മളെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പലർക്കും ഇതിനെക്കുറിച്ചുള്ള വലിയൊരു അവയർനെസ്. കാരണം ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് നമ്മൾക്ക് ഈ ജോലി കിട്ടി കഴിഞ്ഞാൽ എന്താണ്, ഇതിന് ലോക്ക്ഡ് ആണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ധാരണയാണ്. അത് മാറ്റിക്കണം. അതിന് ഇതുപോലത്തെ കാര്യങ്ങൾ അച്ചീവേഴ്സ് പറയുമ്പോഴേ നമുക്ക് എന്താവുള്ളൂ. റോൾ മോഡൽ പെട്ടെന്നുള്ള ക്വസ്റ്റ്യൻ അതൊന്നും പറയാനില്ല. ഒരു റോൾ മോഡൽ മെസ്സി. വൈ? എന്തുകൊണ്ടാ മെസ്സി? എന്തുകൊണ്ട് മെസ്സി? ഭയങ്കര ബാഴ്സലോണ ഫാനാ. അതെ അല്ലേ? അതെ. എന്താ പറയാ, വളർന്നു വന്നത് തന്നെയാണ്, എഫേർട്ട് എടുത്ത് കഴിവുകൊണ്ട് വളർന്നു വന്നത് തന്നെയാണ്. അപ്പൊ ആ ഒരു സാധനം എഫേർട്ട് എടുക്കുന്നതില് മെസ്സി മോട്ടിവേഷൻ ആയിരുന്നു. അപ്പൊ സ്പോർട്സിന് ഫുട്ബോളിന് വലിയ ഇമ്പാക്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് ഇൻട്രോവേർട്ട് ആണ്, പക്ഷെ ഒരു ആംബിവേർട്ട് ആണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് എന്റെ ഒരു സർക്കിൾ ഞാൻ എക്സ്ട്രോവേർട്ട് ആണ്, പക്ഷെ പുറത്തൊരു കൂട്ടം കൊണ്ടിട്ടാൽ ഞാൻ പക്ക ഇൻട്രോവേർട്ട് ആണ്. ഓക്കെ, അതിനാണ് ഇൻട്രോവേർട്ട് എന്ന് പറയാം. ഒരു ഗിംബലോ വാങ്ങും. അമ്പാ പാഷനായിട്ട് മുന്നോട്ട് പോകാൻ സ്റ്റുഡിങ്. ഇവിടെ ടീമതാ കൈയടിക്കുന്നത്. മോട്ടിവേഷനിലുപരി എന്താ പറയാ, ജോലി കിട്ടണം എന്നുള്ളതിലാണോ? അത് മൊത്തത്തില് ഫാമിലി തന്നെ. അവരുടെ ഹാപ്പിനെസ് കാണണല്ലോ, അപ്പൊ അതന്നെ എന്റെ മോട്ടിവേഷൻ. തീർച്ചയായിട്ടും. ഏതെങ്കിലും ഒരു സിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ ഏത് സിറ്റി ആയിരിക്കും അത്? ഇപ്പൊ നിക്കുന്നതിൽ നിന്ന് വേറെ സിറ്റിയിലേക്ക് അല്ല, നിനക്കിപ്പോ ഒരു ലോകത്ത് തൽക്കാലം ഇന്ത്യ പോട്ടെ, വേൾഡിലാ? ഓക്കെ, വേൾഡിൽ ഏതെങ്കിലും ഒരു സിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ അത് ഏത് സിറ്റി ആയിരിക്കും? ആംസ്റ്റർഡാം. വൈ? എന്താ അവിടെ കുറെ വീഡിയോസ് കണ്ടാലും സ്ഥലത്ത് ബാക്കിയുള്ള പറ്റി ചിലപ്പോ കാണാട്ടായിരിക്കാം, കണ്ടതിൽ വെച്ച് എനിക്കൊരു ഓക്കെ സ്വിച്ച് ചെയ്യണമെന്നില്ല, എനിക്ക് വിസിറ്റ് ചെയ്ത് കുറച്ചു കാലം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യണം എന്നുള്ള തോന്നിയൊരു സ്ഥലം. ലൈഫ് ഒരു വ്യക്തിയിലേക്ക് സ്വാപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് വ്യക്തിയിലേക്ക്? ഞാൻ ഇന്ന ആളാവണം. എനിക്ക് ഞാനായാ മതി. വിട്ട് കളിക്കരുത്. ലൈഫിന് ഒരു തീം സോങ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും അജയന്റെ ലൈഫിന്റെ തീം സോങ്? ജേക്കബിന്റെ സ്വർഗരാജ്യത്തില് നീമ്പോളി തിരിച്ചു പിടിക്കുമ്പോൾ ഒരു തീം സോങ് ഇല്ലേ? അതന്നെ. One thing you cannot live without. ഫുഡ്, സ്ലീപ്പ്, ഉറക്കം. Okay, one message to everyone watching. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെസ്സേജ്. ഇപ്പൊ എല്ലാരും പറയും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെ സാധനമല്ല. സീരിയസ് പോണ്ട, അല്ലാത്തത് കൊള്ളണം അവർക്ക്. നമ്മളൊരു കാര്യം നമ്മളെ ഉള്ളിൽ ഉണ്ട് വിചാരിക്കാം, ഒരാഗ്രഹം അത് നമ്മൾ മറന്നുപോയി കഴിഞ്ഞാലും അത് നമ്മളതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടും.
നമ്മളത് വിട്ട് കഴിഞ്ഞാലും കിട്ടും കിട്ടും കിട്ടി 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 ഫേവറേറ്റ് പേഴ്സൺ അറ്റ് ടീംമേറ്റ്സ്? ഷാജി സാർ. One thing you learned from teammates? ഹാർഡ് വർക്ക് pays off. Teammates is not just an institute, it's dash. It's a family. One thing you will definitely miss about teammates? Team. First day teammates. ഫസ്റ്റ് ഡേ ടീംമേറ്റ്സ് ഞാൻ ഉടായിപ്പ് അന്ന് വരെ മുങ്ങി. One friend from teammates you will never forget? ഒന്നൊന്നും പറയാൻ പറ്റില്ല, അത് ഒരുപാടുണ്ട്. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ആളാണോ ബാക്ക് ബെഞ്ചിൽ? ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ആളാണ്. One funny moment in class you still remember? ആകാശേട്ടൻ എന്നെ എന്തോന്ന് വീഡിയോ എടുക്കാൻ കൊണ്ടുപോയി. അങ്ങനെ നീ തന്നെ ഞാൻ ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കിയിട്ടില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ക്ലിക്ക് ചെയ്യാൻ ഒപ്പിച്ച് പറഞ്ഞെന്താ സീനാവില്ലേ. ഓക്കെ, ഞാൻ 4 പേരുകൾ പറയാം. അപ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ. ഷാജി സാർ. അതന്നെ ഫസില്. ഷാജി സാർ, ഐ എം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. ഈ ഡയലോഗ് ക്ലാസ്സിൽ അനൂപ് സാർ. അനൂപ് സാർ എല്ലാ ഞായറാഴ്ചയും ചായ അടിക്കാൻ കൊണ്ടുപോകുന്നു, വൈകുന്നേരം എപ്പം കൊണ്ടുപോകും. അജിത് സാർ. സാർ ഇമോഷണലി സപ്പോർട്ട്. ജയദീപ് സാർ. ജയദീപ് സാർ, സാറിന് എന്താ പറയാ, അവര് ഒരാളെ ഒരു കാര്യത്തിനെ ഡീൽ ചെയ്യുന്നത്, അതിലേക്ക് എത്തിക്കുന്നത്. ബാങ്ക് എംപ്ലോയി ആയിട്ടില്ലെങ്കിൽ ആരാവും എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പൊ ഇതില് അജയുടെ കൂടെ പ്രിപ്പയർ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഉണ്ട്. ഇപ്പം അന്ന് SBI ക്ലർക്ക് എക്സാം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത സമയത്ത് അജയ്ക്ക് ഉണ്ടായൊരു വിഷമം, ഇന്ന് ഈ മെയിൻസ് എക്സാം, അതായത് ജോലി കിട്ടുന്നതിന് ഒരു പടി മുമ്പിൽ തളർന്നു അല്ലെങ്കിൽ വീണുപോയ ഒരുപാട് ആൾക്കാർ അജയിൻ്റെ ഫ്രണ്ട്സ് സർക്കിളുണ്ട്, അല്ലാത്തവരുണ്ട്, അജയ്ക്ക് അറിയുന്ന ആൾക്കാരുണ്ട്, ടീമേറ്റ്സ് അടക്കമുണ്ട്. ഒരു മാർക്കിനും 0.5 മിസ്സായ ആൾക്കാർ. അവർക്ക് അജയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാനുള്ളൊരു സപ്പോർട്ട്. ഇതിപ്പോ ഞാനിപ്പോൾ ക്ലിയർ ചെയ്ത് IBPS ക്ലർക്കാണ്. ഇതിന്റെ തൊട്ട് മുന്നേ തന്നെ SBI ക്ലർക്ക് ഉണ്ടായിരുന്നു, എറണാകുളത്ത് വെച്ചിരുന്ന എക്സാം. ഞാൻ അതിനുവേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ SBI ക്ലർക്ക് എക്സാം എന്നെ സംബന്ധിച്ച് വളരെ മോശമായിരുന്നു, എനിക്ക് തീരെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ വരികയാണ്. ട്രെയിനിലപ്പോൾ ജനറലാണ് കയറിയത്, എല്ലാവരും പല പല സീറ്റിലിരുന്നത്, ഗ്രൂപ്പും എല്ലാം ഒരു സ്ഥലത്തും ഞാൻ ഒരു സ്ഥലത്തും ആയിപ്പോയി. ഞാനൊന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി, ഇത് കിട്ടൂലേ നടക്കൂലേ കറിഞ്ഞിട്ട് വരെയുണ്ട് അന്ന് വരുമ്പോൾ. അപ്പം അന്നൊക്കെ ഒരു എന്താ പറയുക, അടുത്തൊരു എക്സാം, അതായത് SBI ക്ലർക്ക് കഴിഞ്ഞ് ഒരു 1-2 ആഴ്ചനുള്ളിൽ IBPS ക്ലർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെങ്കിലും ഇത് IBPS ക്ലർക്ക് SBI പോലെ ആയിരിക്കരുത് എന്ന് ഒരു എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ SBIക്ക് എങ്ങനെയാണോ എടുത്തത് അതിനൊരു പടി മുന്നിൽ എഫേർട്ട് IBPS ക്ലർക്ക് എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് SBI ക്ലർക്ക് കഴിഞ്ഞപ്പോൾ അത്രയും ഞാൻ ഡൗൺ ആയിരുന്നു. പക്ഷെ അന്ന് അതിൻ്റെ പിറ്റേന്ന് ചിലപ്പോൾ അത്ര ഡൗൺ ആയിരുന്നുണ്ട്. പിറ്റേന്ന് തൊട്ട് ഞാൻ ഇവിടെ ലൈബ്രറി വന്ന് തുടങ്ങി. ഇവിടെ എന്താണെന്ന് വെച്ച് ഈ എക്സാം ടൈമിൽ കിട്ടിയൊരു നല്ലൊരു ഫ്രണ്ട്, എക്സാം ടൈമിലല്ല ഫ്രണ്ട് തന്നെയാണ്, നല്ലൊരു സുഹൃത്താണ്, ഐശ്വര്യ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവളെന്ന് വെച്ചാൽ അവളെന്നെ രാവിലെ വിളിക്കും, വാ ലൈബ്രറി വാ, സ്ഥലം വേണം, വേഗം പിടിക്കാൻ, ഞാൻ പിടിച്ചു വെക്കാം, വേഗം വരണം എന്ന് പറയും. അപ്പോൾ 7:30 ആകുമ്പോൾ തന്നെ 7:30-7:45 ആകുമ്പോഴേക്ക് വെളുത്തു. അപ്പോൾ ഇവിടെ സ്ഥലം പിടിച്ചുകൊണ്ട് ഇനി സ്ഥലം പിടിച്ച് വെച്ച് ചേച്ചിയോട് ചീത്താക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഓക്കെ ചീത്താക്കണ്ടല്ലോ വെച്ച് ഞാൻ വരും. അപ്പോൾ അതുകൊണ്ട് വരെ ഞാൻ വന്ന് പഠിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു സംഭവം ആഗ്രഹിച്ചിട്ട് അത് കിട്ടും, അത് ഉറപ്പായിട്ടും കിട്ടും. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുള്ള ഒരു ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. അത് ചിലപ്പോൾ വൈകിപ്പോവാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച എക്സാം, ഞാൻ പറഞ്ഞില്ലേ SBIക്ക് ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് വിചാരിച്ച എക്സാം കിട്ടിയില്ല. SBI ക്ലർക്ക് എൻ്റെ ഒരു ഡ്രീം ജോബായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ടി വേറൊന്ന് ദൈവം മാറ്റി വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് എത്തും. ചുരുക്കി പറഞ്ഞാൽ അജയ് നിങ്ങളോട് പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഒരു ആസ്പിരൻറ്റിന് അവൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തിലേക്ക് അവൻ എത്തും എന്നുള്ളത് 110% ഉറപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് വീഴ്ചകൾ ഉണ്ടാവും, നമ്മൾ തളരും, നമ്മൾ നിർത്തിപ്പോകണമെന്ന് പലതവണ നമ്മളെ കൊണ്ട് ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. പക്ഷേ നിങ്ങളൊരു റിയൽ ആസ്പിരൻ്റ് ആണെങ്കിൽ തൊട്ട് പിറ്റേ ദിവസം ആ എക്സാം തോറ്റു എന്ന് കരുതിയ ആ എക്സാമിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ബുക്ക് എടുത്ത് പഠനം റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ വിജയം. അതാണ് നിങ്ങളുടെ സക്സസ്. അത് മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളൊരു ദിവസം വിജയിക്കുമെന്നുള്ള ദൃഢനിശ്ചയം നിങ്ങളുള്ളിലുണ്ടാവുക. ലോകം, ദ യൂണിവേഴ്സ് വിൽ സപ്പോർട്ട് യു. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടട്ടെ. അജയ്ക്ക് കിട്ടി, ഇതുപോലെ എല്ലാവർക്കും കിട്ടട്ടെ. സോ ടീമേറ്റ്സിനെ സംബന്ധിച്ച്, ടീമേറ്റ്സ് നിങ്ങളുടെ കൂടെ ലൈഫിൽ
നിങ്ങളുടെ കരിയറിൽ എല്ലാ സ്റ്റേജിലും ഒപ്പമുണ്ടാവും. ഓൾ ദി ബെസ്റ്റ് യു ഓൾ.